അങ്ങനെ മലയാള സിനിമയിലെ മറ്റൊരു ലെജൻഡിനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. മലയാള സിനിമയ്ക്കുണ്ടായ തീരാ നഷ്ടം തന്നെയാണ് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിയോഗം. നമുക്കറിയാം, ഒത്തിരി നല്ല സിനിമകളും കഥാപാത്രങ്ങളും നമുക്ക് തന്നയാളാണ് അദ്ദേഹം. 1980കളിൽ തുടങ്ങി 90കൾ വരെയുള്ള മിക്ക മോഹൻലാൽ ചിത്രങ്ങളുടെയും വിജയത്തിന്റെ കാരണവും ശ്രീനിവാസൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സത്യനന്ദിക്കാട് സിനിമകളുടെ വൻ വരവേൽപ്പിനും വിജയത്തിനും കാരണം ശ്രീനിവാസൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ശ്രീനിവാസൻ സിനിമാ നടൻ എന്നതിലുപരി തിരക്കഥാകൃത്താണെന്ന് എത്ര പേർക്കറിയാം? പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങുകളിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ സത്യനന്ദിക്കാടിനെ നമ്മൾ കണ്ടിരുന്നു. തന്റെ സുഹൃത്തിനു വേണ്ടി അയാൾ എഴുതിയ അവസാന വാക്കുകളും ശ്രദ്ധിച്ചിരുന്നു. അത്രത്തോളമുണ്ട് അവരുടെ ആത്മബന്ധം. ശ്രീനിവാസനെ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹിറ്റ് സിനിമകൾ ഏതൊക്കെയൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും CP മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി 1986 ഇവരുടെ കൂട്ടുകെട്ടിൽ 3 സിനിമകൾ വന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA. മോഹൻലാൽ നായകനായി വന്ന ഹിറ്റ് ചിത്രമായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ സിനിമയിലും ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ജോലി തേടി ഗൂർഖാവേഷം അണിയുന്ന യുവാവിന്റെ ജീവിതവും തുടർന്നുണ്ടാവുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ കഥ. ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. എന്തായാലും ഒരു കിടിലൻ കോമഡി ഫാമിലി ഡ്രാമയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. മോഹൻലാൽ നായകനായി അതേ വർഷം വന്ന സിനിമയായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സിനിമയുടെ കഥ സത്യനന്ദിക്കാടിൻ്റേതായിരുന്നു, പക്ഷേ തിരക്കഥ ശ്രീനിവാസൻ്റേതും. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഇന്നും മലയാളിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി സീനുകൾ തന്ന സിനിമകളിൽ ഒന്നായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സിനിമയിലും ശ്രീനിവാസൻ അഭിനയിച്ചിരുന്നു. പിന്നീട് അതേ വർഷം തന്നെ മോഹൻലാൽ നായകനായി വന്ന മറ്റൊരു സിനിമയായിരുന്നു TP ബാലഗോപാലൻ MA. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ശ്രീനിവാസൻ തന്നെയായിരുന്നു. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ആദ്യമായി ലഭിച്ചത് ഈ സിനിമയിലെ മികച്ച പ്രകടനത്തിനായിരുന്നു. എഡ്യൂക്കേറ്റഡായ ഒരു യുവാവിന്റെ സമ്പാദ്യശീലത്തിന്റെയും തൊഴിലില്ലാത്ത സമൂഹത്തിന്റെയും കഥ പറഞ്ഞ സിനിമ കൂടിയായിരുന്നു ഇത്. തുടർന്ന് 1987 അവരുടെ കൂട്ടുകെട്ടിൽ 2 സിനിമകൾ വന്നു. ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, നാടോടിക്കാറ്റ്. മമ്മൂട്ടിയെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന ഈ സിനിമയും ശ്രീധരൻ എന്ന ഒരു യുവാവിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. എന്നാൽ അതേ വർഷം തന്നെ മോഹൻലാൽ ശ്രീനിവാസൻ നായകന്മാരായി വന്ന ഹിറ്റ് ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന നാടോടിക്കാറ്റിന്റെ ദാസനും വിജയനും മലയാളിക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. അക്കാലത്ത് കേരളത്തെ ബാധിച്ചുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മയെയും ദാരിദ്ര്യത്തെയും അതിഗംഭീരമായ തിരക്കഥയിലൂടെയും സംവിധാനത്തിലൂടെയും മികവുറ്റതാക്കിയതായിരുന്നു നാടോടിക്കാറ്റ്. ഇന്നും മലയാളിക്ക് പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നാടോടിക്കാറ്റിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രത്തോളം അർത്ഥവത്താണ് ആ സിനിമയുടെ പല സീനുകളും. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട, എൻ്റെ ലൈഫിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ കൂടിയാണിത്. പിന്നീട് 1988 ഇവരുടെ കോമ്പയിൽ ഒരൊറ്റ സിനിമ മാത്രം വന്നു, പട്ടണപ്രവേശം. നാടോടിക്കാറ്റിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു പട്ടണപ്രവേശം. CID-മാരായി മാറിയ ദാസനും വിജയനും അന്വേഷിക്കുന്ന കൊലപാതക കേസിന്റെ കഥ പറയുന്ന ഈ സത്യനന്ദിക്കാട് സിനിമയും തിരക്കഥ ശ്രീനിവാസൻ തന്നെയായിരുന്നു. മലയാളിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സിനിമകളിൽ ഒന്നുകൂടിയാണിത്. തമാശയിലൂടെ കാര്യം പറഞ്ഞ പട്ടണപ്രവേശം നല്ലൊരു അർത്ഥവത്തായ സിനിമ കൂടിയായിരുന്നു. പിന്നീട് 1989 അടുത്ത പടം വന്നു, വരവേൽപ്പ്. നാട്ടിലേക്ക് എത്തുന്ന ഗൾഫുകാരൻ ബസ് വാങ്ങുകയും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ കഥ. മോഹൻലാൽ നായകനായ വരവേൽപ്പ് ഒത്തിരി കോമഡി കൊണ്ടും എമോഷണൽ സീനുകൾ കൊണ്ടും ഇന്നും മലയാളിക്ക് ഒത്തിരി തവണ മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. തുടർന്ന് 1990 അടുത്ത സിനിമ തലയണമന്ത്രം. ശ്രീനിവാസൻ തന്നെ നായകനായി വന്ന എവർഗ്രീൻ കോമഡി ഡ്രാമയായിരുന്നു തലയണമന്ത്രം. സുകുമാരൻ എന്നയാളിന്റെ കല്യാണത്തിന് ശേഷമുള്ള മാറുന്ന ജീവിതശൈലിയെയും അയാളെ അങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്ന ഭാര്യയുടെയും കഥ പറഞ്ഞ ഈ സിനിമയും മലയാളികൾ പല സാഹചര്യങ്ങളിൽ നിന്ന് എക്സാമ്പിൾസ് പറയാൻ ഉപയോഗിക്കുന്ന സിനിമയാണ്. 1991 അടുത്ത സിനിമ വന്നു, സന്ദേശം. മലയാള സിനിമകളുടെ എക്കാലത്തെയും ഹിറ്റ് പൊളിറ്റിക്കൽ ഫാമിലി ഡ്രാമ കൂടിയായിരുന്നു സന്ദേശം. ശ്രീനിവാസനും ജയറാമും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഒത്തിരി റിപ്പീറ്റ് വാല്യൂള്ള സിനിമ കൂടിയാണ്. അന്ധമായ രാഷ്ട്രീയം കുടുംബങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ സിനിമ പറഞ്ഞിരുന്നത്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന ഈ സിനിമയും ഒത്തിരി അർത്ഥവത്തായ ഒന്നാണ്. പിന്നീട് 1992 വന്ന സിനിമയായിരുന്നു മൈ ഡിയർ മുത്തച്ഛൻ. തിലകൻ നായകനായി വന്ന സിനിമയായിരുന്നു ഇത്. ഇതും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. പിന്നീട് 1993 അടുത്ത സിനിമ ഗോളാന്തര വാർത്ത. മമ്മൂട്ടി നായകനാക്കി സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു ഇത്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന മറ്റൊരു ഫാമിലി കോമഡി ഡ്രാമ കൂടിയായിരുന്നു ഇത്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1997 അവരുടെ കോംബോയിൽ അടുത്ത സിനിമ വന്നു, ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ജയറാം നായകനായി വന്ന ഈ സിനിമയും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് 2001 അടുത്ത സിനിമ വരുന്നത്, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. ശരിക്കും ഈ ഒരു സിനിമ നല്ലൊരു റേറ്റിംഗ് തന്നെയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായ ഈ സിനിമയിൽ വളരെ നല്ല തമാശകളും എമോഷണലി കണക്റ്റായ ഒരുപാട് സീനുകളുമുണ്ട്. തുടർന്ന് 2002 അടുത്ത സിനിമ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ജയറാം നായകനായി വന്ന് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ നല്ലൊരു വിജയചിത്രമായി കണക്കാക്കാം. തുടർന്നുള്ള 16 വർഷങ്ങളിൽ അവരുടെ കോംബോയിൽ സിനിമകളൊന്നും തന്നെ വന്നില്ല. അങ്ങനെ ഇരിക്കെ 2018 ഒരു സിനിമ വന്നു, ഞാൻ പ്രകാശൻ.
ഇതായിരുന്നു അവർ ഒരുമിച്ച് ചെയ്ത അവസാന സിനിമ. ഫഹദ് ഫാസിൽ നായകനായ ഈ സിനിമ ഒരു അടിപൊളി കോമഡി ഡ്രാമയായിരുന്നു. സ്ഥിരം സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ചിന്തകൾ കാലത്തിനൊത്ത് അഡാപ്റ്റ് ചെയ്ത കിടിലൻ സിനിമ കൂടിയായിരുന്നു ഞാൻ പ്രകാശൻ. ഈ സിനിമയിലെ സീനുകൾക്കും ഡയലോഗുകൾക്കും കറണ്ട് ടൈമിൽ അത്രമാത്രം പ്രസക്തിയുണ്ടായിരുന്നു എന്ന് തോന്നി. അങ്ങനെ വലുതായി ചിന്തിക്കേണ്ട പല കാര്യങ്ങളും, ഉദാഹരണത്തിന് രാഷ്ട്രീയം, കുടുംബ ബന്ധങ്ങൾ, നിലപാടുകൾ, വേർതിരിവുകൾ, അങ്ങനെ യഥാർത്ഥ ജീവിതത്തോട് ബന്ധിയായ പല കാര്യങ്ങളെയും കോമഡിയായും വളരെ റിലേറ്റബിളായും കണക്ട് ചെയ്യുന്ന തിരക്കഥയായിരുന്നു ശ്രീനിവാസൻ്റേത്. സത്യനന്ദിക്കാടിന് പുറമെ പ്രിയദർശൻ ഉൾപ്പെടെ ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയും ക്യാരക്ടറും ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ പാട്ടുകളില്ലാതെ വന്ന മലയാളം സിനിമകൾ, മലയാളത്തിൻ്റെ ഭാവി നടന്മാർ, മികച്ച 10 മെയിലീഗോ സിനിമകൾ, എന്തുകൊണ്ട് റീ റിലീസ് എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.